333 ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനു ആരാധ്യ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 3 പൈൽസ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടം എന്നുള്ളതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഫസ്റ്റ് വൺ യെല്ലോ കളറാണ്, ഗോൾഡൻ യെല്ലോ. സെക്കൻഡ് വൺ ബ്ലൂ കളറാണ്. തേർഡ് വൺ ആയിട്ട് വെച്ചിരിക്കുന്നത് റെഡ് കളറാണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടം എന്നുള്ളതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരെണ്ണം സെലക്ട് ചെയ്യാം. റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും എൻ്റെ വിശുദ്ധിന ആശംസകൾ. എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ, സമൃദ്ധിയായിരിക്കട്ടെ. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കാട്ടോ, ബാക്കിയുള്ളത് വിട്ടേക്കുക. കൂടാതെ ജെൻഡർലെസ് വീഡിയോ ആണ്. മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം. എപ്പോൾ കണ്ടാലും ഇത് റീസണേറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഈ ഒരു ഗോൾഡൻ യെല്ലോ കളർ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് വിചാരിക്കുക. ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളും ഓർത്തെടുക്കുക. ആ വ്യക്തിയുടെ പേര് പറയുക, മെഡിറ്റേറ്റ് ചെയ്യുക, ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത്. ദിസ് ടൈം, ഈ സമയം നിങ്ങളിത് കാണുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തായിരിക്കും? ദ വീൽ ഓഫ് ഫോർച്യൂൺ. ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ തന്നെയുള്ളൊരു വ്യക്തിത്വമാണ്. അതായത് എന്തൊക്കെ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വന്നാലും ഈ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയില്ല. ഓൺ ആൻഡ് സിറ്റുവേഷൻ ആയിരിക്കും കേട്ടോ റിലേഷൻഷിപ്പ്. തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഈ വ്യക്തി നിങ്ങൾ വിട്ടിട്ട് പോവില്ല. ഇപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. എന്നാൽ കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ കുറേ നാളുകളായിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കും. അതായത് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ പഠിച്ചിട്ടുള്ള ആളായിരിക്കാം, ചിലപ്പോൾ കൊളീഗായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ഈ വ്യക്തി ചിലപ്പോൾ ഒരു ടീച്ചറായിരിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. ഇവിടെ ഇത് തീർച്ചയായിട്ടും എൻഡായി പോയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതായത് ദ വേൾഡ് എന്ന് പറയുമ്പോൾ ഇത് അവസാനിക്കാത്ത ഒരു റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ അവസാനിക്കരുതെന്ന് നിങ്ങളുടെ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് തന്നെയാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനൊരു കണ്ടിന്യൂറ്റി വേണം. അതായത് ഇത് അവസാനിക്കുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുണ്ടെങ്കിൽ തന്നെ ആ വ്യക്തി വിചാരിക്കുന്നത് റിലേഷൻഷിപ്പ് ഉടനെ തന്നെ തുടങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് കാർഡ് ദ വീലാവുമ്പോൾ ഓൺ ആൻഡ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവസാനിക്കുന്നില്ല. എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും തിരിച്ചു വരുന്നൊരു ജീവിതം, അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വ്യക്തി റിലേഷൻഷിപ്പ് എൻഡാകാൻ ആഗ്രഹിക്കുന്നില്ല. വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആണ്. അതായത് റിലേഷൻഷിപ്പ് തുടങ്ങണം, കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ വ്യക്തി വിചാരിക്കുന്നുണ്ട്. ചില പേര് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ വ്യക്തിയിൽ നിന്ന് ചിലപ്പോൾ ഒരു ടെക്സ്റ്റോ മെസ്സേജോ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഇനി നിങ്ങൾ മാറി നിൽക്കുമ്പോൾ, അതായത് വ്യക്തിയുടെ ഹിഡൻ ഫീലിങ്സ് നമുക്ക് നോക്കാം. വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയി, എന്നെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. അതായത് വ്യക്തി നിങ്ങളെ തന്നെ നോക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തി ചിന്തിക്കുന്നത് എൻ്റെ കൈകളിലിരുന്ന അത്രയും നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയെ തിരയുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലാണ്. ആ ഒരു നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. പക്ഷേ അട്രാക്ഷനുണ്ട്. അതായത് വിട്ടിട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള അട്രാക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. അതൊരു ഡിവൈൻ ജേണിയാണ്. അതൊരു ട്വിൻ ഫ്ലെയിം ജേണിയാണ്. അതുപോലെ തന്നെ സോളുകൾ തമ്മിൽ ഒരുപാട് അട്രാക്റ്റഡ് ആണ്, അഡിക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് മുന്നോട്ട് സെപ്പറേറ്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് രണ്ടുപേരും ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിയും നിങ്ങളെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പെയിൻ ഇപ്പോഴും ആ വ്യക്തിയുടെ റിലേഷൻഷിപ്പിലുണ്ട്. ഒരു പക്ഷേ ആ പെയിൻ സഹിക്കാൻ പറ്റാതെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനും നിങ്ങളെക്കുറിച്ച് ആലോചിക്കാനും റിലേഷൻഷിപ്പ് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു വാസ്തവം ആ വ്യക്തി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് ഒരു സോള് പിരിഞ്ഞു കഴിയുമ്പോൾ മറ്റൊരു സോളിനുണ്ടാകുന്ന ആ ഒരു അതികഠിനമായിട്ടുള്ള ആ ഒരു വിഷമത്തിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം, നിങ്ങളില്ലാതെ പറ്റില്ലെന്ന ഒരു സത്യം മനസ്സിലാക്കുന്നതും. നിങ്ങൾ ഇതേ ഒരു സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കാം നിങ്ങളും.
നിങ്ങളും ഇതേപോലെ തന്നെ ഉറക്കം കിട്ടാതെ ഒരുപാട് സ്ട്രെസ്സും ആങ്സൈറ്റിയും അതുപോലെ തന്നെ ചില പേര് സ്ട്രെസ് അനുഭവിച്ച് ഒരു പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലുണ്ടാവും. അതായത് അസുഖം മാറുന്നില്ല, സന്തോഷം ഉണ്ടാകുന്നില്ല, എപ്പോഴും ഓരോ തരത്തിലുള്ള ഒരു അസുഖങ്ങളൊക്കെ നിങ്ങളെയും ബാധിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം സെൽഫ് ലവ് ഉണ്ടാകുന്നില്ല, നിങ്ങളുടെ വൈബ്രേഷൻ ഒട്ടും ഉയരുന്നില്ല, അതിങ്ങനെ ഡൗൺ ആയി പോവാണ്. അപ്പോൾ അതിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നത് വളരെയധികം നല്ലതായിരിക്കാം. ഇവിടെ കൂടുതലായിട്ടുള്ള ഒരു 3 കാർഡ്സ് എന്ന് പറയുന്നത് മേജർ അർക്കാനയിലെ കാർഡ്സ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് സംഭവിക്കേണ്ടതിനൊക്കെ തന്നെയാണ് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത്. ഇനി ഇവിടെ ടെമ്പറൻസ്. അപ്പോൾ ആ വ്യക്തിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് ആ വ്യക്തി. ടെമ്പറൻസ് അതുപോലെ തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ചിലപ്പോൾ ആ വ്യക്തിക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അതൊന്ന് ശരിയായിക്കോട്ടെ എന്നിട്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് വരാനെന്ന് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ടെമ്പറൻസ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുള്ളത്. അതായത് ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് ആ വ്യക്തി നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട്. ഇവിടെ ഒരു അട്രാക്ഷൻ ഉണ്ട്, ആ ഒരു നിങ്ങളോടുള്ള ആ ഒരു താല്പര്യം ഈ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് ആ വ്യക്തി. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വ്യക്തി എവിടെ പോയി, കാണുന്നില്ലല്ലോ, എന്താണ് സിറ്റുവേഷൻ, ഒന്നും അറിയില്ല, ആ വ്യക്തിയുടെ മനസ്സറിയാൻ പറ്റുന്നില്ല. പക്ഷേ ആ വ്യക്തി കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ ആ വ്യക്തിക്ക് ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും, പക്ഷേ നിങ്ങളെ വിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല. അതാണൊരു പോസിറ്റീവ്. ഇവിടെ ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്. അതല്ലാതെ തന്നെ നിങ്ങളെന്ന വ്യക്തിയോട് ആ വ്യക്തിക്ക് ഒരുപാട് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നത്. 8 of Wands എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്നൊരു ആക്ഷൻ എടുക്കണമെന്നാണ് യഥാർത്ഥത്തിലുള്ള ആഗ്രഹം. പക്ഷേ നടക്കുന്നില്ല. ചില സിറ്റുവേഷൻസ് കാര്യങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഈ വ്യക്തി എബ്രോഡ് ആയിരിക്കാം, നിങ്ങൾ ഇവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ തിരിച്ചും ആയിരിക്കാം. രണ്ടുപേരും രണ്ടിടത്തായിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചിലപ്പോൾ ഈ വ്യക്തി ഒരു ടീച്ചറായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഈ വ്യക്തി പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി പോകാൻ തന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് 2 of Wands ആണ്. അതായത് വേറൊരാൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതായത് നിങ്ങളുടെ കാര്യങ്ങൾ അത്രമാത്രം പരിഗണിക്കുന്നില്ല. അതായത് ഒരു ധാരണയുണ്ട് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ഈ വ്യക്തി കൂടെ ഉണ്ടാവും, വലിയ വാല്യൂ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയപ്പോൾ, അതായത് നിങ്ങളൊന്ന് മാറി നിന്നപ്പോൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട്. തിരിച്ചു വരണം. ഇവിടെ ഏസ് ഓഫ് കപ്സ് അൺകണ്ടീഷണൽ ആയിട്ടാണ് നിങ്ങളെ സ്നേഹിക്കേണ്ടതെന്നുള്ള സത്യം മനസ്സിലാക്കുന്നു. അതായത് അവിടെ തുടങ്ങുകയാണ്. ഈ ഒരു കാത്തിരിപ്പ് ഉണ്ടാകുന്നത് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ വേറൊരാളിൻ്റെ അമിതമായിട്ടുള്ള ഇടപെടൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ജോലി ഭാരം ഈ പേഴ്സൺ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ കടബാധ്യതയുള്ള പേഴ്സൺ ആയിരിക്കാം. അതിന് വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് ഒരുപാട് ജോലി ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും, ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവാം. ഇവിടെ എല്ലാം നിങ്ങളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ഇപ്പോഴും ലെറ്റ് ഗോ ചെയ്യാൻ കഴിയാതെ സ്റ്റക്കായിട്ടാണ് ആ പേഴ്സൺ നിൽക്കുന്നത്. അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു പ്രണയമാണ് ഇതിൽ നിന്നും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആ വ്യക്തി കൊണ്ടുവന്ന് വന്നിട്ടുള്ളത്. സ്റ്റക്കാണ് ആ പേഴ്സൺ. വേറൊരിടത്തേക്കും പോകാൻ പറ്റുന്നില്ല, വേറൊരിടത്തേക്ക് പോകാൻ പറ്റില്ല ഈ പേഴ്സണ്. ഈ വ്യക്തിയുടെ പേര് E എന്നാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. G എന്ന് കിട്ടിയിട്ടുണ്ട്, S എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലൊരു സ്പ്രെഡാണ്. O എന്ന് കിട്ടിയിട്ടുണ്ട്, A എന്നാണ് കിട്ടിയിട്ടുള്ളത്, K എന്ന് കിട്ടിയിട്ടുണ്ട്, X, R എന്ന് കിട്ടിയിട്ടുണ്ട്, M എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിലെ ലെറ്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത്. നമുക്ക് പ്ലേസസ് എടുക്കാം. എന്ത് പ്ലേസാണ് ഉള്ളതെന്നുള്ളത് നോക്കാം. പാലക്കാട്. നിങ്ങളുടെ വ്യക്തി പാലക്കാടാവാം, നിങ്ങൾ പാലക്കാടാവാം, പഠിച്ചത് പാലക്കാടാവാം, തിരുവനന്തപുരം നിങ്ങളുടെ വ്യക്തിയുടെയോ പ്ലേസ് ആയിരിക്കാം. കാസർഗോഡ് നിന്ന് കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നുണ്ടാവാം. ഇടുക്കി, കൊല്ലം. അപ്പോൾ ഇത്രയും പ്ലേസസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു സ്ഥലങ്ങളുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നുള്ളത് നോക്കാം. ചിലർ പഠിച്ചിട്ടുള്ളതായിരിക്കും, വ്യക്തി പഠിച്ചിട്ടുള്ളതായിരിക്കും, ജോലി ചെയ്യുന്ന ജില്ല അതായിരിക്കാം, നിങ്ങൾ ജോലി ചെയ്യുന്ന ജില്ല അതായിരിക്കാം, നേറ്റീവ് പ്ലേസ് അതായിരിക്കാം, അങ്ങനെയൊക്കെ. ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത്. 26 നിങ്ങളുടെ ഏജോ പേഴ്സൻ്റെ ഏജോ ആയിരിക്കാം. 26 ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. 22 റെഡ് കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം. ടോറസ്, നിങ്ങൾ ടോറസ് ആവാം, പേഴ്സൺ ടോറസ് ആവാം. സിസ്റ്റർ എന്നാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ.
ബ്ലൂ കളർ നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം. ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 28 നിങ്ങളുടെ ഏജോ പേഴ്സൻ്റെ ഏജോ ഒക്കെ ആയിരിക്കാം. 23 നിങ്ങളുടെ ഏജ് ആയിരിക്കാം, പേഴ്സൻ്റെ ഏജ് ആയിരിക്കാം. ക്യാൻസർ നിങ്ങൾ ക്യാൻസർ ആവും, പേഴ്സൺ ക്യാൻസർ ആവാം. 19 എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഏജ് ആവാം കേട്ടോ. 8 എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാം. ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് കേട്ടോ എടുക്കാനുള്ളത്. യൂണിവേഴ്സ് നിങ്ങളോട് എന്ത് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്, എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത്? ഇവിടെ വൈറ്റ് താര എന്നത് കിട്ടിയിട്ടുള്ള സെൻസിറ്റിവിറ്റി. യു ആർ ബിക്കമിങ് ഇൻക്രീസിംഗ്ലി സെൻസിറ്റീവ്. നിങ്ങൾ വളരെയധികം സെൻസിറ്റീവ് ആവുകയാണ്. അതായത് കുറച്ച് വിഷമങ്ങൾ പോലും താങ്ങാൻ പറ്റുന്നില്ല, അത്തരത്തിലുള്ള മാറ്റമാണ് നിങ്ങൾക്ക് വരുന്നത്. അവോയ്ഡ് ഹാഷ് റിലേഷൻഷിപ്സ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആരുമാകട്ടെ, ഫ്രണ്ടോ എന്തെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രമാത്രം താങ്ങാനൊന്നും നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് പറ്റില്ലാത്ത, അതായത് കൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത റിലേഷൻഷിപ്സ്, ഹാർഷായിട്ടുള്ള റിലേഷൻഷിപ്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതുപോലത്തെ അവസ്ഥകളിൽ നിന്ന് വളരെയധികം വഴക്കൊന്നും ഉണ്ടാക്കുന്നിടത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ഒരുപാട് സങ്കടം വരും. അവിടെ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സിറ്റുവേഷൻസ് അവിടെ വഴക്കുണ്ടാകും എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറി നിൽക്കുക. ആൻഡ് കെമിക്കൽസ്, നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കെമിക്കൽ ചില ആൾക്കാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പം ചിലപ്പോൾ കോസ്മെറ്റിക്സ് ആവും. അതിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ്. അതൊക്കെ നിങ്ങൾക്ക് ഹാനികരമാണ്. ഇതൊരു ഡിവൈൻ മെസ്സേജസ് ആണ്, അത് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള മെസ്സേജസ് തന്നെയാണ്, നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഹായ്, പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തിട്ടുള്ളത് ബ്ലൂ കളറിലുള്ള പെയിൻ്റാണ്. അപ്പോൾ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് മെഡിറ്റേറ്റ് ചെയ്യുക. പേര് നിങ്ങൾ പറയുക. ആ വ്യക്തി ഇപ്പോൾ എന്തായിരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ആർക്കേഞ്ചൽ റാഫേൽ, പ്ലീസ് ഹെൽപ്പ് മീ. എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത്? ഇവിടെ ദ സ്റ്റാർ എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിയുന്നുണ്ട്, അതായത് നിങ്ങളുടെ പിറകെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണ് ശരി എന്നുള്ള സത്യം അത് മനസ്സിലാക്കി ഒരുപക്ഷെ ഒരു കൺഫെഷൻ പോലെ നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അവിടെ പ്രണയമുണ്ട്, നിങ്ങളെ മനസ്സിലാക്കലുകൾ നടന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കുറച്ചു കാലങ്ങളായിട്ട് വളരെയധികം സൗന്ദര്യപ്പിണക്കത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കാം, ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം. അപ്പോൾ പക്ഷേ ഇവിടെ ഒരു മനസ്സിലാക്കലുണ്ട്, നിങ്ങളാണ് ശരി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി നിങ്ങളുടെ പിന്നിൽ വന്ന് നിൽക്കുകയാണ് പേഴ്സൺ. ചിലപ്പോൾ ഒരു കലാകാരനോ കലാകാരിയോ ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി. നിങ്ങൾ ഒരു സിംഗറോ റൈറ്ററോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. കവിതകളോ കഥകളോ ഒക്കെ എഴുതുന്ന ആൾക്കാരായിരിക്കാം. അതായത് അതിൽ ഇൻട്രസ്റ്റിങ്ങിലുണ്ടാവാം. ഇനി ഇവിടെ ആ വ്യക്തി നിങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട്. അത് നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങൾ സ്റ്റാർ ആണെന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ ആയിരിക്കാം ഈ വ്യക്തി. അതായത് സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങളിലൊരു വാല്യൂ കണ്ട് അങ്ങനെ വരുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. ഇവിടെ ഈ റിലേഷൻഷിപ്പ് ഏതെങ്കിലും തരത്തിൽ തുടങ്ങാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ മനസ്സിലാക്കി ഈ റിലേഷൻഷിപ്പിലൊരു തുടക്കം ഉണ്ടാകണം. അതിനെന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നുള്ള രീതിയിൽ ആ വ്യക്തി ആലോചിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ ടെക്സ്റ്റ്, മെസ്സേജ്, മെയിലൊക്കെ ചെയ്യാനായിട്ട് പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ അതിനുള്ളൊരു ടെക്സ്റ്റ് മെസ്സേജൊക്കെ നിങ്ങൾക്ക് കിട്ടിയേക്കാം ഫ്യൂച്ചറിൽ. അപ്പോൾ ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ ടെക്സ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ. പക്ഷേ ഇവിടെ ഒരു 4 ഓഫ് സ്പേഡ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആ വ്യക്തിക്ക് അതിനുള്ള സിറ്റുവേഷൻ ഇല്ല. അതായത് ഇവിടെ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കെട്ടടങ്ങാനായിട്ട് എന്തെങ്കിലും കെട്ടടങ്ങുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം നിങ്ങളെ എന്നുള്ളത് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്.
ആ വ്യക്തി മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ റിലേഷൻഷിപ്പ് എങ്ങനെ പോകും, കാത്തിരിക്കാം എന്നുള്ളത് വ്യക്തി വിചാരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇവിടെ ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ പറയുന്നതാവും ശരി. കാരണം നിങ്ങൾ ശരിയാണ്, ഓക്കെ, നിങ്ങൾ ആ വ്യക്തി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് ആ വ്യക്തിക്ക് പറ്റുന്നില്ല. അവിടെ ഒരുപാട് പ്രോബ്ലംസ് ആ വ്യക്തി ഫേസ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയായിരിക്കാം. ഇവിടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം എന്നാണ് വ്യക്തി ആഗ്രഹിക്കുന്നത്. ആക്ച്വലി നിങ്ങളെ ചീറ്റ് ചെയ്യാനൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ ആ വ്യക്തിക്ക് അതിനുള്ള സാഹചര്യമില്ല. ഇവിടെ ചീറ്റിംഗ് അല്ല പ്രധാനം, ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. അവിടെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സ്റ്റക്കായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുകയായിരിക്കും. ഇവിടെ നിങ്ങൾ തമ്മിൽ വളരെ അധികം പ്രശ്നങ്ങളാണുള്ളത്. അത് പരിഹരിക്കാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി കുറച്ചൊന്ന് സെൽഫിഷാണ്. അതായത് ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ വ്യക്തിക്കൊന്നും പറ്റരുതെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ സൊസൈറ്റിയെ ഭയക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളേക്കാൾ ഏജ് കൂടുതലോ കുറവൊക്കെ ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും, അതായത് ആ വ്യക്തിക്കോ നിങ്ങൾക്കോ ചിലപ്പോൾ ഒരു ഫാമിലി ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു എക്സ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു ഫാമിലി ആയിട്ട് സെപ്പറേറ്റ് ആയി ചിലപ്പോൾ കുട്ടികൾ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അത് മറ്റുള്ളവർ അംഗീകരിക്കുമോ, അതിലുണ്ടാകുന്ന മുന്നോട്ട് പോകുമ്പോഴുണ്ടാകുന്ന കോൺസിക്വൻസസ്, അതൊക്കെ ഈ വ്യക്തി വളരെയധികം ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്നൊരു ഡിസിഷനിലേക്ക് വരാനായിട്ട് മനസ്സ് മടിക്കുന്നത്. അത് മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവർ അങ്ങനെയുള്ളൊരു ചിന്ത ഈ പേഴ്സണുണ്ട്. അത് കുറച്ച് സെൽഫിഷാണ്. പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളോട് എതിർപ്പൊന്നും ഇല്ല. അതായത് ചീറ്റിംഗ് അല്ല, മനസ്സുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. ഇവിടെ ടവർ കിട്ടിയിട്ടുണ്ട്. അതായത് പെട്ടെന്ന് ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നേക്കാം. അതായത് സഡൻ ഒരു റിയാക്ഷൻ. ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ട് മാറി വേറൊരു സ്ഥലത്തേക്ക് പോയേക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി ചിലപ്പോൾ വേറൊരു കൺട്രിയിലേക്ക് പോവാം. ഏതായാലും നിങ്ങളുടെയോ ആ വ്യക്തിയുടെയോ പ്ലേസ് മാറുന്നുണ്ട്, അല്ലെങ്കിൽ സിറ്റുവേഷൻ മാറുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് വിട്ടു പോകാനുള്ള സിറ്റുവേഷൻ, എയ്റ്റ് ഓഫ് കപ്സ്. അതായത് പരസ്പരം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ പിരിയുകയാണ് എന്നുള്ളൊരു സിറ്റുവേഷനിലൊക്കെ ചിലപ്പോൾ മാറിപ്പോവാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അത് ഒരാൾക്ക് മറ്റൊരാളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്, എന്തെങ്കിലും സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട സിറ്റുവേഷൻ. ഇവിടെ ദ മൂൺ കിട്ടിയിട്ടുണ്ട്. അതായത് മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിനെ ഭയപ്പെടുത്തുന്നു. ഫ്യൂച്ചറിൽ അങ്ങനെയാവും, ഫ്യൂച്ചറിൽ ഇങ്ങനെയാകും, അങ്ങനെയൊക്കെ ഒരു മായക്കാഴ്ച കൊടുത്തിട്ട് അയാളുടെ മനസ്സിനെ സ്വാധീനിക്കാനായിട്ട് മറ്റാർക്കോ നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പം മറ്റുള്ളവരുടെ പ്രേയേഴ്സ് ഉണ്ടാവാം, ഇത് ഒന്നാകരുത്, സെപ്പറേറ്റായി പോകണം, അങ്ങനെ കടുത്ത പ്രേയേഴ്സ് ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ അവരുടെ ഫാമിലി, പാരൻസ് ഒക്കെ ആയിരിക്കാം അത് ചെയ്യുന്നത്. കാരണം ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം ചിലപ്പോൾ അവർക്ക് ഇഷ്ടമല്ലായിരിക്കാം, മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇഷ്ടമില്ലായിരിക്കാം. അപ്പം അതുപോലത്തെ സിറ്റുവേഷൻസൊക്കെ കാണുന്നുണ്ട്. അപ്പം ആർക്കും, അതായത് മറ്റാർക്കൊക്കെയോ ഇഷ്ടമില്ലാത്തൊരു റിലേഷൻഷിപ്പായിരിക്കാം ഇത്. അപ്പോൾ ആ ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഇയാൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ടെക്സ്റ്റ് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു ഉറപ്പില്ല. റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് യാതൊരു ഉറപ്പും ഇല്ല. അപ്പോഴത്തെ ആ ഒരു കാര്യത്തിന് ഒരു വിഷമം ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിളിക്കുക, അത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. ആ ഒരു സിറ്റുവേഷൻ തന്നെയാണുള്ളത്. ഇവിടെ പേഴ്സണൽ നെയിം FKXTMNREAU എന്നൊക്കെയാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും നമ്പേഴ്സ് നിങ്ങളുടെ നെയിംസൊക്കെ നിങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് നോക്കാട്ടെ. നിങ്ങളുടെ പേഴ്സണൽ നെയിമാണോ, ഏതെങ്കിലും ലെറ്റർ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 27 നിങ്ങളുടെ ഏജ് ആകാം, പേഴ്സൻ്റെ ഏജ് ആകാം. സെപ്റ്റംബർ മന്ത് ബർത്ത് മന്ത് ആവാം കേട്ടോ. പിങ്ക് കളറ് നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം. ആർക്കേഞ്ചൽ യൂറിയലിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ബ്ലാക്ക് കളറ് നിങ്ങൾക്കോ വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം, ഒരുപാട് ഇഷ്ടമായിരിക്കും ബ്ലാക്ക് കളർ ഡ്രസ്സൊക്കെ. ജൂൺ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ബർത്ത് മന്ത് ആവാം. ഡിസംബർ ബർത്ത് മന്ത് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസംബറിൽ നടന്നിട്ടുണ്ടാവണം.
8 എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബർത്ത് ഡേറ്റ് ആവാം, പേഴ്സണാലിറ്റി നമ്പർ ആവാം. 29 നിങ്ങളുടെ ഏജോ പേഴ്സൻ്റെ ഏജോ. സ്കോർപിയോ, നിങ്ങൾ സ്കോർപിയോ ആകാം, പേഴ്സൺ സ്കോർപിയോ ആകാം. ഇവിടെ ആലപ്പുഴ എന്നാണ് കിട്ടിയിട്ടുള്ളത്, കൊല്ലം എന്ന് കിട്ടിയിട്ടുണ്ട്, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് കേട്ടോ. യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഫെർട്ടിലിറ്റി, ഇൻഫിനിറ്റ് സപ്ലൈ, യു ആർ സപ്ലൈഡ് ഫോർ ടുഡേ ആൻഡ് ഓൾ ഓഫ് യുവർ ടുമോറോസ്. നിങ്ങൾ ഇന്ന് വിതയ്ക്കുന്നതാണ് നാളെ കൊയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾ നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് കിട്ടും. എന്നാൽ നിങ്ങൾ മോശമാണ് ചെയ്യുന്നതെങ്കിലോ അത് നിങ്ങളെ തിരിച്ചടിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്ത് കാര്യത്തിൻ്റെ പേരിലാണെങ്കിലും നല്ലത് മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി നമ്പർ 8 ആയിരിക്കാം, ബർത്ത് ഡേറ്റ് 8 ആയിരിക്കാം. ആ ഒരു സിറ്റുവേഷൻസ് കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നന്മ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്താലും നാളത്തേൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾ ഇന്ന് ചെയ്തതിൻ്റെ കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കും. ഹായ്, പൈൽ നമ്പർ 3 സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ്. റെഡ് കളറാണ് പൈൽ നമ്പർ 3 ആയിട്ട് വെച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക. അപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് നിങ്ങളോട് എന്തായിരിക്കും അത് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. മേക്ക് ചോയ്സ്, അതായത് ആ വ്യക്തിക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്കത് പ്രപ്പോസൽ വന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ചിലപ്പോൾ ആ വ്യക്തിക്ക് വേറെ ഒരു ക്രഷ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേറൊരു ഫാമിലി ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കും. ഏതായാലും ആ വ്യക്തിക്ക് ഒരു ചോയ്സസ് ഉണ്ട്. അതായത് വേറൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ പകരം മറ്റൊരാൾക്ക് വരാൻ സാധിക്കും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്ന് വിചാരിച്ച് നിങ്ങളുടെ സ്നേഹമില്ല എന്നല്ല, ആ വ്യക്തിക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട് അവിടെ എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്ക് ആ വ്യക്തിക്ക് നിങ്ങളോട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. യൂണിയൻ, പക്ഷേ ആ വ്യക്തി നിങ്ങളോടൊപ്പം ചേരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ ഒരു റിക്കൺസിലിയേഷൻ, റീയൂണിയൻ ഒക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു ചോയ്സ് ഉണ്ട്. ചിലപ്പം വീട്ടുകാർ പ്രപ്പോസലൊക്കെ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ചേരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഇവിടെ ഇങ്ങനെ വായിക്കാം, വേറെ ചോയ്സസ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളുമായിട്ട് ചേരാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയനാണ് ആ വ്യക്തി കൂടുതൽ ആഗ്രഹിക്കുന്നത്. വ്യക്തി ജീവിതത്തിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷേ നിങ്ങളോടുള്ളൊരു ഇഷ്ടം ആ വ്യക്തിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ ഹിഡൻ ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളോടുള്ള അഡിക്ഷനാണ്. അപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടം നിങ്ങളോടുണ്ട്, നിങ്ങൾ ഒരുപാട് അഡിക്റ്റാണ് ആ പേഴ്സൺ. അപ്പോൾ മാറി നിന്ന് ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ബ്യൂട്ടി അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ ഈ വ്യക്തിക്ക് ഇനി കിട്ടില്ല. അതായത് നിങ്ങളുടെ അത്രയും നല്ലൊരു പേഴ്സണെ വേറെ ആ വ്യക്തിക്ക് കിട്ടില്ല എന്ന് വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. അതായത് ആ വ്യക്തിയുടെ മനസ്സിൽ അത്രയ്ക്കധികം ഒരു അടുപ്പം മറ്റൊരാളോടും തോന്നുന്നുണ്ടാവില്ല. അതാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ വ്യക്തി, അതായത് നിങ്ങളെ മനസ്സിലേക്ക് വളരെയധികം ആഴത്തിൽ പതിപ്പിച്ചു കഴിഞ്ഞു. അതാണ് ഒരു സിറ്റുവേഷൻ. ഇനി നിങ്ങൾ പതിവായിട്ട് ഏഞ്ചൽസ് നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടാവാം. 111, 222, 444 ഇങ്ങനെയൊക്കെ. അതായത് അതുകൂടാതെ തന്നെ ചിലപ്പോൾ ബട്ടർഫ്ലൈസിനെ നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ടാവും. ഇതൊക്കെ നിങ്ങളിലേക്കൊരു മാറ്റം വരുന്നുണ്ടെന്ന് കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ ഏഞ്ചൽസ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഈ പ്രപഞ്ചം തന്നെ ചില കാര്യങ്ങൾ, ചില സയൻസ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തരുവാണ്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സത്യമാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സത്യമാണ്, അത് നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ആകുന്നുണ്ട്. അങ്ങനെയൊക്കെ ചില പേർക്കത് മനസ്സിലാകുന്നുണ്ടായിരിക്കാം, ചില പേരെ
അത് കാണുന്നുണ്ടെങ്കിലും അവർക്കത് മനസ്സിലാകുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് ആകുന്നുണ്ട്. പ്രപഞ്ചം തന്നെ പല രീതിയിൽ നിങ്ങൾക്കതിനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സെൽഫ് ലവ് ആരംഭിക്കുക. അത് നിങ്ങളെ തന്നെ സ്നേഹിക്കുമ്പോഴാണ് നിങ്ങളിലെ ഒരു വൈബ്രേഷൻ ഉയരത്തുള്ളൂ. അപ്പോഴേ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളെല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകത്തുള്ളൂ. ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് അഡിക്ഷൻ ഉണ്ട്, അത് ഓക്കെ. പക്ഷേ അങ്ങനെയല്ല, ഒരു സോൾ തലത്തിൽ ഈ ഒരു സോളിന് നിങ്ങളെടുത്ത് വളരെയധികം ഒരു അട്രാക്ഷൻ തോന്നണം. കൂടാതെ ഈ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങൾ തമ്മിൽ, അതായത് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങൾ തമ്മിൽ വളരെയധികം കെമിസ്ട്രി ഉണ്ട്. അതായത് ഈ കെമിസ്ട്രി ഉണ്ടെന്ന് വ്യക്തി മനസ്സിലാക്കുന്ന ആ വ്യക്തിക്കൊരു അട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അത് മറ്റാരോടും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വൈകാരികത നിങ്ങളോടുണ്ട്. മനസ്സുകൾ തമ്മിലൊരു ചേർച്ച, സോളുകൾ തമ്മിലൊരു ചേർച്ച. തീർച്ചയായിട്ടും ഇതൊരു ടിൻ ഫ്ലെയിം ജേണിയാണ്. അതായത് ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളിൽ നിന്ന് പിരിയാൻ സാധിക്കുന്നില്ല. ആ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ മാരേജ് ആണ് കേട്ടോ. അതായത് വ്യക്തി യഥാർത്ഥത്തിൽ വെറുതെ ചീറ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും തന്നെയില്ല. വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ഇഷ്ടമുണ്ട് നിങ്ങളോട്, വേറെ ചോയ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, അവിടെ ആലോചന നടക്കുന്നുണ്ട്, ചിലപ്പോൾ വേറെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുന്നുണ്ടാവുമോ ഒക്കെ. പക്ഷേ നിങ്ങളെ മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് വളരെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നിങ്ങൾക്ക് ഒരുപാട് പേഷ്യൻസ് വേണം, ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കണം, ആ വ്യക്തിയെ മനസ്സിലാക്കണം. കാരണം പെട്ടെന്ന് ഒരു പക്ഷേ നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ ആ വ്യക്തിയുടെ സാഹചര്യങ്ങളെ പഠിച്ച്, ആ വ്യക്തിയെ പഠിച്ച് നിങ്ങളും ആ വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ പേഷ്യൻസ് എന്നൊരു കാർഡ് കിട്ടുമ്പോൾ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന സയൻസാണ്. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണം നിങ്ങൾ, അതും ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ചില പേർക്ക് ഒട്ടും ക്ഷമയുണ്ടാവില്ല. റീച്ചിങ് ഔട്ട്, ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, യൂണിവേഴ്സാണ് പറയുന്നത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിലേക്ക് അടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ യാതൊരു തരത്തിലും നിങ്ങൾക്ക് ഡിസ്റ്റർബ്ഡ് ആകണ്ട. പലരും ഡിസ്റ്റർബ്ഡ് ആയിരിക്കാം. കോൺഫ്ലിക്റ്റ്, നിങ്ങൾ തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ടാവാം. ഇനിയും ചിലപ്പോൾ ഈ വ്യക്തിയെ കാണുമ്പോൾ പലതരത്തിലും പല കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവാം, പറയാനുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടായേക്കാം. അപ്പോൾ അവിടെ ഒരു മനസ്സിലാക്കലുകൾ നടക്കുകയാണെങ്കിൽ ഈ ഒരു കോൺഫ്ലിക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. പ്രപ്പോസിങ്, ആ വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നോ കോൺടാക്ട് സിറ്റുവേഷനും, ചിലപ്പോൾ ഒരു വഴക്കുകളും സൗന്ദര്യപ്പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. തിരിച്ച് നിങ്ങളുമായിട്ടുള്ള ആ ഒരു വീണ്ടും ഒരു തുടക്കം, അതായത് കഴിഞ്ഞതെല്ലാം മറന്നു കളഞ്ഞിട്ട് റിലീസ് ചെയ്തിട്ട് പുതിയൊരു തുടക്കം ഈ വ്യക്തിയായിട്ട് ഉണ്ടാവാം. ടിൻ ഫ്ലെയിം ഈസ് നോട്ട് റെഡി, അതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ ടിൻ ഫ്ലെയിം റെഡി ആയിട്ടില്ല. ആ വ്യക്തി വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതാണ് റീഡിംഗ് എന്ന് പറയുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ ടിൻ ഫ്ലെയിമാണ്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഒരുപാട് അട്രാക്ഷനും ആ ഒരു സോളിനോടുള്ള ഒരുപാട് ഒരു അഡിക്ഷനും ഒക്കെ തോന്നുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ വ്യക്തിയുടെ പേരിലുള്ള ലെറ്റേഴ്സ് നമുക്ക് നോക്കാം. ആ വ്യക്തിയുടെ പേരിലുള്ള ലെറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. W എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്, T എന്ന് കിട്ടിയിട്ടുണ്ട്, A എന്നാണ് കിട്ടിയിട്ടുള്ളത്, X എന്ന് കിട്ടിയിട്ടുണ്ട്, F, C, Q എന്നാണ് കിട്ടിയിട്ടുള്ളത്, Z, B, D, I, P, Y. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിൽ ലെറ്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് പർപ്പിൾ കളർ നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം. ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ടോറസ്, നിങ്ങൾ ടോറസ് ആകാം, പേഴ്സൺ ടോറസ് ആകാം. 14 എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ബർത്ത് ഡേറ്റ് ആവാം. 9 എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കേഞ്ചൽ സാൻഡൽ ഫോൺ, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. ഒക്ടോബർ മന്ത് ആർക്കേഞ്ചൽ സാമുവൽ എന്ന് കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ഹെയർ,
കറുത്ത മുടിയായിരിക്കും ആ പേഴ്സൻ്റേത്. സ്കോർപിയോ, നിങ്ങൾക്കോ നിങ്ങളുടെയോ വ്യക്തിയുടെയോ ആയിരിക്കാം. പിങ്ക് കളറ്, ആർക്കേഞ്ചൽ യൂരിയൽ. അപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. കോഴിക്കോട് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പ്ലേസ് ആണ് കേട്ടോ. മലപ്പുറം, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത്. യൂണിവേഴ്സൽ മെസ്സേജസ്. യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഇവിടെ സുലീസ് ബോഡീസ് ഓഫ് വാട്ടർ. സ്പെൻഡ് ടൈം നിയർ വാട്ടർ സച്ച് എസ് എ ലേക്ക്, റിവർ ഓർ ദ ഓഷ്യൻ ടു റീചാർജ് യുവർ ബാറ്ററീസ്. വേറൊന്നുമില്ല, നിങ്ങൾ പ്രകൃതിയിലേക്ക് ഇറങ്ങുക, വെള്ളത്തിനടുത്ത് പോയിരിക്കുക, നല്ല വെള്ളത്തിൽ കുളിക്കുക. അതായത് വാട്ടറുമായിട്ട് നിങ്ങൾ കുറച്ച് കണക്റ്റഡ് ആവുക. അതായത് നിങ്ങളിൽ നെഗറ്റീവ് എനർജീസ് എല്ലാം റിമൂവ് ചെയ്തിട്ട്, അതായത് ഒരു ഫ്രഷ് വാട്ടറിൽ കുളിച്ച് വരുമ്പോൾ നമ്മളൊന്ന് റീചാർജ് ആകും. അതാണ് പ്രകൃതി ഉദ്ദേശിക്കുന്നത്, യൂണിവേഴ്സൽ പറയുന്നത്. അപ്പം പ്രത്യേകിച്ചും നിങ്ങളിലുള്ള ആ ഒരു നെഗറ്റിവിറ്റി ഒന്ന് മാറണം. ചില പേർക്ക് ഒരു എന്താണ് സോൾട്ട് വാട്ടർ ബാത്ത് എടുക്കുന്നത്, കടൽ വെള്ളത്തിൽ കുളിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. നിങ്ങളിലെ മനസ്സൊന്ന് റീഫ്രഷ് ആകണം. പിന്നെ ലക്ഷ്മി ബ്രൈറ്റ് ഫ്യൂച്ചർ എന്ന് കിട്ടിയിട്ടുണ്ട്. സ്റ്റോപ്പ് വറിയിങ്. ഒരുപാട് സങ്കടപ്പെടുന്ന എന്തിനാണ്? എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ഫൈൻ. എല്ലാം നല്ലതിനാണ്, എല്ലാം നല്ലതായിട്ട് തന്നെ നടക്കും. ഇപ്പോൾ വറി ആവേണ്ട ആവശ്യമില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു ജോബ് കിട്ടാനോ അല്ലെങ്കിൽ ഫൈനാൻസ് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ അത് ഓർത്തും വറി ആവേണ്ട ആവശ്യമില്ല. അതിനൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചറാണുള്ളതെന്നാണ് യൂണിവേഴ്സ് തന്നെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക.